ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ കാലഘട്ടത്തിന് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പലരും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശങ്ങളോ ദർശനങ്ങളോ വെളിപാടുകളോ ഒന്നും ലഭിക്കുന്നില്ല, ഒരു ആത്മീയ വരൾച്ചയിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാൽ കൂട്ടായ്മയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഒരു ചെറിയൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ വ്യക്തിപരമായി ദൈവവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെ പലരും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2019 ശേഷം നമ്മുടെ നാട്ടിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കൊലപാതകങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2019 മുമ്പ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവം ഉണ്ടാകും, ദർശനങ്ങളും സന്ദേശങ്ങളും കൃപാവരങ്ങളൊക്കെ ഒത്തിരി വെളിപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ 2019 ശേഷം ഒരു ഡേഞ്ചർ സോണിലേക്ക് കയറിയതുപോലെയായി. കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ധ്യാനങ്ങൾ കൂടിയാൽ പോലും ധ്യാനത്തിനൊന്നും ആൾക്കാരില്ലാതെയായി. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ 2019 കോവിഡ് വന്ന സമയത്ത് ദേവാലയങ്ങളെല്ലാം അടച്ച് കുർബാനയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ടായി. കുർബാന കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ദിവികാരനെയും എഴുന്നള്ളിച്ച് വെക്കും. ഞാനിങ്ങനെ പള്ളിയിലിരുന്നിങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അൾത്താര എനിക്ക് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു കറുത്ത മേഘം പോലെ ഇങ്ങനെ എന്തോ ഒന്ന് മൂടി. എനിക്ക് അൾത്താരയോ ദിവ്യാൻ ഈശോ എനിക്ക് കാണുവാൻ സാധിക്കാതെയായി. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈശോ വീണ്ടും ഇങ്ങനെ കാണിച്ചു തന്നു. ഒരു ഭൂമിയെ ചുറ്റി ഇങ്ങനെ വലിയൊരു പാമ്പ്, ഒരു സർപ്പം ഇങ്ങനെ ചുറ്റി വരിഞ്ഞു വെച്ചു. കാരണം പൈശാചിക ശക്തികൾ ഇങ്ങനെ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഇതെന്താണ് ഈശോ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഭൂമിയിലുള്ളവർക്ക് ഇനി സ്വർഗവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാൻ സാധിക്കില്ല. എന്നാൽ ഭൂമിയിലുള്ള നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിയേക ദൈവവുമായി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച് വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്നിങ്ങനെ പറഞ്ഞു. പഴയ പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല. നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇതിനെയൊക്കെ അതിജീവിച്ച്, അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തികളെയൊക്കെ അതിജീവിച്ച്, ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ ഈശോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ പരിശുദ്ധ കുർബാനയെ അത്രമാത്രം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ബലിപീഠത്തെയൊക്കെ മറിച്ചിട്ട് എത്രമാത്രം തിന്മയുടെ പ്രവൃത്തികൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോഴും സേഫ് സോണിലാണ്, അല്ലെങ്കിൽ കർത്താവ് കരുണ കാണിക്കും എന്നിങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ഡേഞ്ചർ സോണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വില കൊടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിയേക ദൈവം, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ത്രിയേക ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ച് എത്രമാത്രം അനുസരിച്ച് വിധേയപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ പൈശാചിക ശക്തികളെയൊക്കെ അതിജീവിക്കുവാൻ വില കൊടുത്ത് പരിഹാരം ചെയ്ത് ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് ദർശനങ്ങളും സന്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ ലഭിക്കും. അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, കർത്താവ് കരുണ കാണിക്കും, ഇത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ഈ ഒരു സന്ദേശം എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യക്തിപരമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. വില കൊടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിയേക ദൈവവുമായിട്ട് ഒരു വ്യക്തിബന്ധത്തിൽ പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും
പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.